ഇന്ന് നമ്മൾ ദറം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യ ഇംഗ്ലണ്ട് T20 മത്സരം കാണാൻ പോവാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ന് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് എക്സൈറ്റഡ് ആയിട്ട് പോവാണ്. പിന്നെ എക്സൈറ്റ്മെൻറ്റ് മാത്രം പോരല്ലോ, നേരത്തെ കാലത്ത് ഇറങ്ങുകയും വേണം. അപ്പോൾ നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ കളി തുടങ്ങി, അതുകൊണ്ട് മൊബൈലിൽ കളി കണ്ടുകൊണ്ടിരുന്നു. ഞങ്ങൾ സ്റ്റേഡിയത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സഞ്ജുവും ഇഷാൻ കിഷനും ഔട്ടായി. അപ്പം ശ്രേയസ് അയ്യറും അഭിഷേക് ശർമ്മയാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും അഭിഷേക് ശർമ്മയുടെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു, 50 ഒക്കെ അടിച്ചു. ഞങ്ങൾ ടിക്കറ്റ് രണ്ടായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് ജിൻഡുവും ഞാനും സ്റ്റേഡിയത്തിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇന്ന് കാലാവസ്ഥ തീരെ മോശമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ തൂളുന്നുണ്ടായിരുന്നു. ഇത് ഇന്ത്യയുടെ ഇന്നിങ്സിൻ്റെ ലാസ്റ്റ് ബോളായിരുന്നു കേട്ടോ. അത് അതിവിദഗ്ധമായിട്ട് അക്ഷർ പട്ടേൽ ലീവ് ചെയ്തു, എന്നിട്ട് അതിനോടി റണ്ണൗട്ടുമായി. ഇന്ത്യ 189 റൺ അടിച്ചു, ഇംഗ്ലണ്ട് ജയിക്കാൻ 190 റൺസ്. ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊന്ന് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിക്കണമല്ലോ, അതിനുവേണ്ടി പുറത്തിറങ്ങി. ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ നെറ്റ്സ് ഒക്കെ ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ വൈഭവ് സൂര്യവംശി ബാറ്റ് ചെയ്യാനായിട്ട് പാടപ്പൊക്കെ ചെയ്ത് നിൽപ്പുണ്ട്. മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു സെക്യൂരിറ്റി അമ്മച്ചി പനി പിടിപ്പിക്കാതെ കയറി പുഴ ഇറക്കാത്തതുകൊണ്ട് വൈഭവിനെ ബാറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ തിരിച്ച് കയറ്റി വിട്ടു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് സ്റ്റേഡിയത്തിൽ കയറി. അപ്പോൾ ഡ്രസ്സിംഗ് റൂമിൻ്റെ അവിടെ സഞ്ജുവിനെ കണ്ടു. അപ്പോൾ സഞ്ജു ഞങ്ങളോട് ഹായ് ഒക്കെ പറഞ്ഞു. ഞങ്ങൾ കൃതാർത്ഥരായി. എന്താണ്, മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കളി സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങിയില്ല, അതിന് മുമ്പ് തന്നെ കളി അബാൻഡൻ ചെയ്തു. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാഞ്ചസ്റ്ററിലെയും ബ്രിസ്റ്റലിലെയും കളി കഴിഞ്ഞു. അതിൽ രണ്ടിലും സഞ്ജുവിനെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പ് നേടിക്കൊടുത്തിട്ട് അതിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയ ഒരു പ്ലെയറിനെ വെറും 2 കളി മോശമായതിൻ്റെ പേരിൽ ടീമിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ഇപ്പം അതെനിക്ക് തികഞ്ഞൊരു ഇൻജസ്റ്റിസ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ സഞ്ജുവിന് മാത്രം വേറൊരു പ്രത്യേക നിയമമാണല്ലോ ഇന്ത്യൻ ടീമിൽ. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.